ഗൈസ് എല്ലാം മച്ചന്മാർക്കും വേണ്ടി എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഇന്ന് നമ്മൾ വന്നിരിക്കുകയാണ് മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ ആയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു അയൺ ഫാമാണ് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട് ഗ്ലാസ് വെച്ച്. അപ്പം ഗ്ലാസ് നമ്മുടെ സൂപ്പർ സ്മെൽട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. ഇത്രയും സാധനം ഇത് തന്നെ ഇത് ഉണ്ടാക്കാൻ കുറേ ടൈം എടുത്ത്. പിന്നെ നമ്മൾ ഞാനാണെങ്കിൽ മൈനിങ്ങിന് പോയി ഗൈസ്. നമ്മുടെ കഴിഞ്ഞ ലെറ്റ്സ് പ്ലേ 2ൻ്റെ അകത്തെങ്ങാണ്ടാന്ന് തോന്നുന്നു. ആ 3ൻ്റെ അകത്ത് നമ്മളിത് അവിടെ മൈൻ ചെയ്യാൻ പോയായിരുന്നു. അവിടെ തന്നെ ഞാൻ വീണ്ടും മൈൻ ചെയ്യാൻ പോയി. ഏകദേശം ഒരു സ്റ്റാക്കോളം അയം കിട്ടി. അത് ഫുള്ള് ഞാൻ വെച്ച് ഫുള്ളല്ല, അതിൽ നിന്ന് കുറച്ചെടുത്ത് ഞാൻ ഇതുണ്ടാക്കി. ബാക്കി 13 അതിൻ്റെ അകത്തുണ്ട്. 13 5 2 കൂടെ ഉണ്ട്. ഇന്ന് ഈ അയൺ ഫാം ഉണ്ടാക്കാം. അപ്പം അതിനായിട്ടുള്ള റിസോഴ്സും കാര്യങ്ങളും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഗ്ലാസ്സൊക്കെ വേണം. മെയിനായിട്ട് ഗ്ലാസ്സാണ് ഇതിൻ്റെ അകത്ത് വേണ്ടത്. പിന്നെ 20 വില്ലേജസും വേണം. അതൊക്കെ എങ്ങനെയാണെങ്കിൽ സെറ്റാക്കാം, പേടിക്കാലോ ഇതില്ല. ഇനി വെറും 44 വേണ്ടത്. അപ്പം ഈ അയൺ ഫാമിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഉണ്ടാക്കിയോ. പിന്നെ ഏറ്റവും നല്ല കാര്യം എന്താ അറിയാവാ, 1 മണിക്കൂർ കൊണ്ട് 1300 അയൺ. അല്ല പിന്നെ ഞാൻ അമ്പാരിയാവും. അതായത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് 1 മണിക്കൂർ കൊണ്ട് 500-300 അങ്ങാണ്ട് കിട്ടത്തുള്ളൂ. ഇത് അതിൽ കൂടുതൽ കിട്ടും, 2 ഇരട്ടി. അതാണ് ഞാൻ സർവേ സീരീസിൽ ഉണ്ടാക്കിയ സാധനം. നാൽപ്പത്തൊന്ന് 3 കൂടെ. 2000 years later. ഫസ്റ്റ് നിങ്ങൾ ഉറപ്പിക്കണം, നിങ്ങൾ 100 ബ്ലോക്ക് മാറിയാണ് വില്ലേജിൽ നിന്ന് ഉറപ്പിച്ചിട്ട് വേണം ഇതുണ്ടാക്കാൻ, അല്ലെങ്കിൽ വർക്കാവൂല. പിന്നെ ഇത് ഞാൻ ഫാറ്റ് വെൽഡ് ഉണ്ടാക്കി നോക്കി, വർക്കിംഗ് ആണ്. ബട്ട് ഞാൻ 1 മണിക്കൂറൊന്നും നിന്നില്ല. വർക്കിംഗ് ആണെന്ന് മനസ്സിലായപ്പം അപ്പം തന്നെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഫസ്റ്റ് ഇതെടുക്കണം, കോപ്പർ എടുക്കണം, ചെസ്റ്റ് എടുക്കണം, ഈ ബ്ലോക്ക് എടുക്കണം. ആദ്യമേ തന്നെ 2 ചെസ്റ്റ് ഇങ്ങനെ ആക്കണം. ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് 3 ലെയർ ഇങ്ങനെ ആക്കണം. ആയി. ഇപ്പോൾ കുറച്ച് വലിയ കംപ്ലീറ്റ് ആയി. ഇനി ഹോപ്പർ എടുക്കണം. എന്നിട്ട് നമ്മൾ എന്ത് വരുന്ന 3 ബ്ലോക്ക് ഞാൻ കാണിച്ചു തരാം. ക്രൗച്ച് ചെയ്തുകൊണ്ട് 1 2 3 ഇങ്ങനെ തന്നെ ഇവിടെ അപ്പുറത്തും ചെയ്യണം. ക്രൗച്ച് 1 2 3, വീണ്ടും ക്രൗച്ച് 1 2 3 കംപ്ലീറ്റ്. ഇനി നോക്കണം എല്ലാം ശരിയാണോ നോക്കണം. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ഈ സംഭവം എടുത്തിട്ട് ഇങ്ങനെ 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 ഒന്നിനെ കവർ ചെയ്യണം. ജസ്റ്റ് ഇത്ര ഒന്ന് വെക്കണം, ബാക്കിയൊക്കെ പറഞ്ഞുതരാം. ഇവിടെ വെച്ചേക്കണം. എന്നിട്ട് ഈ ഗ്ലാസ് എടുക്കണം. ഗ്ലാസ് എടുത്തിട്ട് ഇപ്പോൾ ഗ്ലാസ് എടുക്കണ്ട. ഇനി ഇവിടെ ഈ ബ്ലോക്ക് 11 ബ്ലോക്ക് മണ്ടക്കോട്ട് പോകണം. ഇപ്പോൾ 1 ബ്ലോക്ക് ഇവിടെ ഉണ്ടല്ലോ. അപ്പം 2 3 4 5 6 7 8 9 10 11 11 മതിയായിരുന്നു, 12 വേണ്ട. ഓക്കെ, 11 ഞാൻ എടുത്തിട്ടുണ്ട്. എൻ്റെ വാട്ടർ പോക്കറ്റ് ഉണ്ടായില്ല. നൈസ്. ഞാൻ ഇനി അങ്ങോട്ടേ ആടും. അല്ലാതെ പറ്റിയിട്ടില്ല. അതേപോലെ എല്ലാ സൈഡിലും ചെയ്യണം. ഇവിടെയും 11 1 2 3 4 5 6 7 8 9 10 10 മതി. കജി താഴത്തെ കൂട്ടിയില്ലായിരുന്നു. താഴെത്തിയിട്ട് ആലോചിക്കാം. അല്ല പിന്നെ വാട്ടർ ക്ലച്ച് ചെയ്യാൻ സീരിയാണ്. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, 10 കറക്റ്റാണല്ലോ. ഇതും കറക്റ്റാ. അയ്യോ, രാത്രി ഞാൻ ഒന്ന് സ്ലീപ്പ് ചെയ്തിട്ട് വരാം. പെട്ടെന്ന് ഉറങ്ങ്. അയ്യോ. ഓക്കെ, ഇതോടെ നമ്മുടെ എത്രാമത്തെ ഡേ ആണ്? 99ാമത്തെ ദിവസം. ഓക്കെ, അപ്പോൾ ഏകദേശം ഇതേപോലെയൊക്കെ ആയി കിട്ടും. ഇനി ഇവിടെയും 11 ബ്ലോക്ക് മണ്ടക്ക് 1 2 3 4 5 6 7 8 9 10 എല്ലാമായി.
ഇനി എന്താ ചെയ്യണ്ടേ? ഇനി നമ്മൾ വീണ്ടും താഴെയാണ്. ഇനി താഴെയാണ് ഇത്തിരി പടിയുള്ളത്. ഇറങ്ങിയോ താഴെ. ആ ഇനി ഇവിടുന്ന് നമ്മുടെ ഗ്ലാസ് എടുക്കണം. ഇങ്ങനെ മണ്ടയ്ക്ക് ഇങ്ങനെ ഗ്ലാസ് വെക്കണം. ഇവിടെ അയക്കും. അയ്യോ, ഒരു ഗ്ലാസ് അറിയാതെ. എനിക്കറിയാം ഞാൻ ഇങ്ങനെ ഗ്ലാസ് വെക്കുമെന്ന്. അതിൻ്റെ എക്സ്ട്രാ കുറച്ച് ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഞാൻ. ബുദ്ധിമാൻ അല്ല വിദ്യ. എനിക്കറിയാം ഞാൻ ഇങ്ങനത്തെ പഠിത്തം കാണിക്കുന്നത്. അവിടെ എക്സ്ട്രാ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒന്ന് മണ്ടത്തരാണെങ്കിൽ ഇങ്ങനെ 3 ഇങ്ങനെ തന്നെ മണ്ട കത്തിക്കണം. ഇതിങ്ങനെ 10 ബ്ലോക്ക് 9 ബ്ലോക്ക് വെച്ചാൽ മതി. ഫസ്റ്റ് 2 ബ്ലോക്ക് വെക്കണം. ഇനി ഇതിൻ്റെ അകത്തുള്ള ഏകദേശം സാധനം ഇതെടുത്തോളാം. ഈ ബ്ലോക്കൊക്കെ കയ്യിരിക്കട്ടെ. ലാവ ഇപ്പോൾ വേണ്ടി വരും. ഇത് മണ്ടൊക്കെ ഗ്ലാസ് ഇനി അങ്ങോട്ട് വേണ്ടത്. ലീഫ് ലീഫ് വേണം. സ്റ്റെയർ ബെഡ് നമുക്ക് ലാസ്റ്റ് എടുത്താൽ മതി. ഇപ്പോൾ ബെഡിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇൻവെൻറ്ററി ഫുള്ളായി. ഇനി ഇത് ഇങ്ങനെ 2 ഗ്ലാസ് ആക്കണം. എന്നിട്ട് ഇവിടെ കുറച്ച് പരിപാടിയുണ്ട്. എന്നിട്ട് മണ്ടക്ക് വെച്ച് പോയാൽ മതി. ഇനി സൈൻ ബോർഡ് എടുക്കണം. ക്രൗച്ച് ചെയ്യണം. ഇവിടെയാണ് സൈൻ ബോർഡ് വെക്കുന്നത്. അതെ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യണം. ഇത്തിരി ടഫാണ്. ഓക്കെ, ഇനി ഇങ്ങനെ തന്നെ ഇവിടെ ഒന്നുകൂടെ അങ്ങനെ 3 ആക്കണം. ഇവിടെ ഒന്നുകൂടെ. ഓക്കെ, അത് സെറ്റായി. ഇനി ഗ്ലാസ് ഒന്നും കൂടെ വെക്കണം. ഇവിടെ ആയിരിക്കും നമ്മുടെ അയങ്കോലം വന്ന് അയങ്കോലനാണ് ചാവുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ലാവ എടുത്തിരിക്കുന്നത്. ആ ലാവ ബക്കറ്റ് ഒന്ന് കയ്യിലെടുത്തോണം. ഒരു വട്ടം ഇവിടെ വീണ് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം തീരുമാനമായി. ഞാൻ ഇത് ഫുഡ് ചെയ്തിട്ട് ബാക്കി പറയാം. അതിന് ശേഷം നമ്മുടെ ലാവ ബക്കറ്റ് എടുക്കണം. എടുത്തതിന് ശേഷം ലാവ ഇവിടെ അങ്ങോട്ട് വയ്ക്കണം. അപ്പോൾ ഈ ലാവ ഇതിനെ മണ്ടയ്ക്ക് ഇതിനെ സ്പ്രെഡാവും. ലൈക്കടാ കാര്യം പേടിക്കണ്ട, തറ വീഴത്തില്ല. സൈൻ ബോർഡ് ഉള്ളതുകൊണ്ട് താഴെ ഒന്നും വീഴത്തില്ല. അതേപോലെ കത്തും. അതൊന്നും മൈൻഡാക്കണ്ട, അത് കുറച്ച് കഴിയുമ്പോൾ. ഓക്കെ, അങ്ങനെ ഫസ്റ്റത്തെ കാര്യം തീർത്തിട്ടുണ്ട്. ഇനി 2 ഇനി ഇങ്ങോട്ട് തന്നെ മണ്ട കത്തിക്കണം. ഞാൻ ചിലയിടം വരണം. ഇവിടം വരെ മതി. ഇത്രയും മതി ഗ്ലാസ്. അതിൻ്റെ മണ്ടക്ക് വേണ്ട. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ലാവയുണ്ട്. അപ്പോൾ ഒരിക്കലും വാട്ടർ ക്ലച്ച് ചെയ്യില്ല ഇതിൻ്റെ അടുത്ത്. അപ്പോൾ ആ ലാവ ഒബ്സിഡിയനാവും. നമ്മളിത് വെറുതെ ആയിപ്പോവും. ഓക്കെ, ഒരു ഗ്ലാസ് കൊടുക്കാം. നമുക്ക് ഇങ്ങനെ തന്നെ ഫോൾ ഡാമേജ് കിട്ടിയാലും കുഴപ്പമില്ല. ബട്ട് അങ്ങനെ ചെയ്യില്ല. അവിടെ വെള്ളം ഒഴിക്കാൻ പാടില്ല. ഒഴിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ലാവയ്ക്കകത്ത് പോയാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വെറുതെ ആവും. ഇനി അടുത്ത് ഇതേപോലെ തന്നെ ഞാൻ ചെയ്തിട്ട് നിങ്ങളെ അറിയിക്കാം. ഓക്കെ, അതായി. ഇനി ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് വെക്കണം. അതും കഴിഞ്ഞ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് 7 ബ്ലോക്ക് പോകണം. ഇപ്പം ഇവിടെ ഈ 1 ബ്ലോക്ക് ഉണ്ടല്ലോ. അപ്പോൾ 7 വേണ്ട, 6 മതി. അപ്പം 6 ബ്ലോക്ക് ഓടാം. 1 2 3 4 5 6. ഓക്കെ, അപ്പുറത്ത് ഇതേപോലെ 6 ബ്ലോക്ക് പോകണം. അത് ഇത് സെൻറ്റർ എടുക്കണം. ഇത് കേട്ടോ 5ാമത്തെ ബ്ലോക്ക്, 3ാമത്തെ ബ്ലോക്ക്. 1 2 3 1 2 3 ഉണ്ടല്ലോ. വീണ്ടും എണ്ണിക്കോ. 1 2 3 4 5 6. 7 ബ്ലോക്ക് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. 1 2 3 4 5 6 7 കണ്ട. ക്രൗച്ച് വീണ്ടും അങ്ങോട്ട് 7 ബ്ലോക്ക്. 1 2 3 4 5 6. അതുമായി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വീണ്ടും 7 ബ്ലോക്ക്. 1 2 3 4 5 6 7ആയി അല്ലേ? 1 2 3 4 5 6 7.
ഓക്കെ, ഇനി ഇതെല്ലാം കൂടെ അറ്റാച്ച് ചെയ്യണം. നമ്മുടെ XP ഫാം ഇങ്ങനെ അറ്റാച്ച് ചെയ്തില്ല, അതേപോലെ തന്നെ ഇതേപോലെ എല്ലാ സൈഡും ചെയ്യണം. ഓക്കെ, അങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഇങ്ങനെ കവർ ചെയ്യണം. XP ഫാമിൽ നമ്മളിങ്ങനെ ഈ ഓപ്പൺ ആയിരിക്കുന്ന ബ്ലോക്ക് ഇങ്ങനെ കവർ ചെയ്തില്ലേ, അതേപോലെ തന്നെ. ഓക്കെ ഗൈസ്, അങ്ങനെ രാത്രിയായി. രാത്രി ആയതുകൊണ്ട് സ്ലീപ്പ് ആവാൻ വേണ്ടി ഞാൻ മണ്ടക്കൊന്നും ഇറങ്ങി. പെട്ടെന്ന് ഇട്ടോ, അല്ലെങ്കിൽ സോബേക്കോ അതെൻ്റെ കൊതളയും. ഓടിക്കോ 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 സ്ലീപ്പ്. ഇതോടെ നമ്മൾ 100 days കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു. നമ്മളങ്ങനത്തെ സർവൈവൽ സീരീസ് 100 days കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു ഗൈസ്. ഓക്കെ, ഇനി ഇതേ വണ്ടക്ക് പോകണം. ഇതിവിടെ ഒഴിക്കണമെന്നല്ല ഗൈസ്, വണ്ടക്ക് പോകാൻ വേണ്ടി ഒഴിച്ചതാണ്. ട്യൂട്ടോറിയലിൻ്റെ അകത്ത് എവിടെയും പറയുന്നില്ലേ ഇങ്ങനെ വെള്ളം ഒഴിക്കണമെന്ന്. ഈ വെള്ളം തിരിച്ചെടുത്ത് പോയി ഈ ലാസ്റ്റ് ബ്ലോക്ക് വെച്ചോ. ഇനി ഇവിടെയും ഉണ്ട്, അത് കഴിഞ്ഞു. ഓക്കെ, ഇനി ഇങ്ങനത്തെ ഒരു ഏരിയ നമുക്ക് കിട്ടും. ഇപ്പം നമ്മുടെ 40% കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇനിയുണ്ട് 60%. അപ്പം ഇനി നിങ്ങൾ ടെമ്പററി ബ്ലോക്കായിട്ട് ഡേറ്റ എന്തെങ്കിലും എടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ബാക്കിലൊന്ന് ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് ഇതിൻ്റെ പുറത്ത് ഈ ഒരു ബ്ലോക്ക് വെക്കണം. എന്നിട്ട് ഇത് പൊട്ടിക്കണം. എന്നിട്ട് ഈ ബ്ലോക്ക് ഇങ്ങനെ വെച്ച് ഇങ്ങനെ മുഴുവൻ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവരണം. അപ്പോൾ അത് സെറ്റാക്കാം. ഓക്കെ, അത് കംപ്ലീറ്റ് ആയി. ഇനി നമ്മുടെ ഈ സ്റ്റെയർ എടുക്കണം. ഇനി സ്റ്റെയറിൻ്റെ പരിപാടി, അതായത് ഇനി സ്റ്റെയർ ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഇപ്പം നമ്മൾ വെച്ചില്ല ഒരു സ്മൂത്ത് സ്റ്റോൺ, അതിൻ്റെ മണ്ടയ്ക്ക് ഈ സ്റ്റെയർ വെക്കണം. ഓക്കെ, അതും കംപ്ലീറ്റ് ആയി. ഇനി ഇവിടെ ബ്ലോക്കൊക്കെ ഇങ്ങനെ ആവുക, ഇങ്ങനെ കയറുക. ഇവിടെ ഒരു ജസ്റ്റ് ഒരു 4 ബ്ലോക്ക് സെറ്റ് ചെയ്യണം. ഇതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി വാട്ടർ ഉണ്ടാക്കാൻ. ഈ ഇൻഫിനിറ്റി വാട്ടർ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ നമ്മൾ ചെയ്യാനുണ്ട്, അതിപ്പോൾ തന്നെ ചെയ്തേക്കാം. ഓക്കെ, ഇവിടെ ഒരു ഡേറ്റ് ബ്ലോക്ക് ഇങ്ങനെ വെക്കണം. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള എന്തോ പറയുന്ന ഈ സംഭവം ഇതെടുക്കണം. ക്രൗച്ച് ചെയ്ത് 1 2 3 ഇങ്ങനെ തന്നെ അപ്പുറത്തെ സെറ്റ് ചെയ്യണം. 1 2 3. ഗൈസ്, ആ ട്യൂട്ടോറിയലിൻ്റെ അകത്ത് ഇത് 8 എണ്ണം വേണമെന്നാണ് പറയുന്നത്, ബട്ട് 9 എണ്ണം വേണം. അത് ആ ട്യൂട്ടോറിയലുടെ മിസ്റ്റേക്കാണ്. ആ മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി വെള്ളം ഇങ്ങനെ എടുക്കണം, ഇങ്ങനെ ഒഴിക്കണം. ഇപ്പോൾ ഇവിടെ എന്തോ ബഗ്രോക്ക് കിടന്നല്ലോ. അതിന് ആ ഡെഡ് ബ്ലോക്ക് എടുക്കണം. എടുത്തിട്ട് ഇത് പറയുക ഇവിടെ ഇങ്ങനെ വെക്കണം. ആൻഡ് എൻ്റെ കയ്യിലുള്ള 2 വാട്ടർ എടുക്കണം. ട്യൂട്ടറിൻ്റെ അകത്ത് ഇപ്പം ഇതിനെ അതിൻ്റെ അകത്ത് 2 വാട്ടർ എടുക്കാൻ പറയുകയെന്നറിയാമോ? ഇതിന് വേണ്ടി ഗൈസ് ഇവിടെ വയ്ക്കണം. ഇങ്ങനെ ഇതെടുക്കണം. ഇൻ ഗ്ലാസ്സാണ് ഇത് മാറ്റാം. എന്നിട്ട് ഈ ബക്കറ്റ് കൂടെ എടുത്തിട്ട് ഇത് നിറയ്ക്കണം. ഇനി ഇവിടെ ഇങ്ങനെ വയ്ക്കണം, ഇവിടെ ഇങ്ങനെ വയ്ക്കണം. ഇനി ഇങ്ങനെ തന്നെ എല്ലാ സ്റ്റെയറിലും ചെയ്യണം. അത് കഴിഞ്ഞ് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അത് ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാം ഡണ്ണായി. ഇനി 5 മിനിറ്റ് കഴിഞ്ഞ് ബാക്കി വിളിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ 2000 years later. ഞാൻ പറഞ്ഞ ചെറിയൊരു മാറ്റമുണ്ട്. അവിടെ 8 ബ്ലോക്ക് അല്ല, 7 ബ്ലോക്ക് അല്ല 8 ബ്ലോക്കാണ്.
ഞാൻ ട്യൂട്ടോറിയൽ വീണ്ടും പോയി കണ്ട് അവർ പറയുന്ന 8 ബ്ലോക്കായിരുന്നു, ഞാൻ 7 ബ്ലോക്ക് ഇട്ടുള്ളൂ. അപ്പം ഞാൻ വീണ്ടും റീബിൽഡ് ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ ഡെഡ് ബ്ലോക്ക് ഇട്ട് പിന്നെ വീണ്ടും പോയി സ്റ്റോൺ കളക്ട് ചെയ്ത് ഇപ്പോൾ കറക്റ്റായി. നമ്മൾ ഇവിടെ നേരത്തെ 7 ബ്ലോക്ക് എടുത്താൽ ഇങ്ങോട്ട് ഇങ്ങനെ 7 ബ്ലോക്ക് എടുത്താൽ അത് 8 എടുക്കട്ട. ഇനി നമുക്ക് 10x4 പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതെവിടെയാണ് ക്രിയേറ്റ് ചെയ്യാം, ഇവിടെ ക്രിയേറ്റ് ചെയ്യാം, അവിടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഞാൻ ക്രിയേറ്റ് ചെയ്യുവാണ്. ഇത് അവിടെയും നല്ല ചോയ്സാണത്. ഫസ്റ്റ് ഇവിടെ, അതായത് ഇതിൻ്റെ സെൻറ്റർ വരണം. സെൻറ്റർ എന്ന് പറയുന്നത് ഇത്. സെൻറ്ററിൽ നിന്ന് ഇവിടെ ഇങ്ങനെ 10, അതായത് ഇനി ഇങ്ങോട്ട് 6 എടുക്കണം. 1 2 3 4 5 6. ഇനി അങ്ങോട്ട് 4. 1 2 3 4 കറക്റ്റായി. ഇനി ഇങ്ങോട്ട് 4 1 2 3. ഇത് ഓൾറെഡി ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്, അത് കൂട്ടിയിട്ടാണ് 4. ഓക്കെ 4. ഇനി ഇതെല്ലാം കറക്റ്റ് ഇതേപോലെ ആക്കണം. ഓക്കെ, നമുക്ക് അടുത്ത പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യണം. അത് ഞാൻ പിന്നെ പോയി ബ്ലോക്ക് എടുത്തോളാം. ഇനി നമ്മുടെ വർക്ക് സ്റ്റേഷൻ എടുക്കണം. ഏത് വർക്ക് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഈ കൃഷിയാണ് എടുക്കുന്നത്. കൃഷിയാണ് എളുപ്പം ഉണ്ടാക്കാൻ. ഓക്കെ, നമ്മുടെ ഇവിടെ 6 എടുക്കണം. ഇവിടെ 4, ഇവിടെ 6. ഇവിടെ 6 വർക്ക് സ്റ്റേഷനെ വെക്കണ്ട. അതായത് 1 2 3 4 5. ഇനി ഇവിടെ ഒരെണ്ണം 6. ഇവിടെ 4 എണ്ണം ഇവിടെ 1 2 3 4. ഓക്കെ, അതായി. ഇനി ഇവിടെ ഗ്ലാസ് ഇങ്ങനെ വെക്കണം. ഇനി ഒരു ബ്ലോക്ക് ഹൈറ്റും കൂടെ കൂട്ടണം. ഇനി ഇതിൻ്റെ മണ്ടക്ക് ലീഫ് വെക്കണം തോന്നുന്നു. ട്യൂട്ടോറിയൽ ഒന്നുകൂടെ കണ്ടിട്ട് വരാം. പിന്നെ അല്ല, കുറച്ച് സ്റ്റോൺസും കളക്ട് ചെയ്യാം അപ്പുറത്തെ പ്ലാറ്റ്ഫോം ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാൻ. അപ്പം അതിന് ഞാൻ സ്റ്റോൺ കളക്ട് ചെയ്തിട്ട് വരാം. ഫസ്റ്റ് സ്റ്റോൺ കളക്ട് ചെയ്തിട്ട് ട്യൂട്ടോറിയൽ കാണാൻ പോവാം. ഇതെല്ലാം ചെയ്തിട്ട് ഞാൻ തിരിച്ച് ഈ സ്ഥലത്താണ് വരുന്നത്. അപ്പം ഇവിടെ വാട്ടർ ഒഴിച്ച് വെച്ചേക്കാം. ചെടി പോയി, ഞാൻ പോയി സ്റ്റോൺ കളക്ട് ചെയ്തിട്ട് വരാം. ഓക്കെ, എനിക്ക് മനസ്സിലായി ഇതെന്ത് ചെയ്യാനുള്ളതാണ്. ഞാൻ ആ ട്യൂട്ടോറിയൽ വീണ്ടും കണ്ടു. ഇപ്രാവശ്യം ഫുള്ള് മനസ്സിലായി. നമ്മൾ ഏകദേശം 60% കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു ഗൈസ്. യെസ്, 60%. ഇനിയും കിടപ്പുണ്ട്. ഓക്കെ, ഇനി ഇങ്ങനെ ടോർച്ച് വെക്കണം. മണ്ടക്കൊട്ട് പോകാൻ വേണ്ടി വെള്ളം ഒഴിച്ചേ പറ്റൂ. ടോർച്ച് പോയില്ലല്ലോ. ഇല്ല. എന്നിട്ട് ഈ ലീഫ് എടുത്ത് ഇവിടെ 6 ബ്ലോക്കെങ്കിൽ 6. ഓക്കെ, ഇതേപോലെ ഇനി അപ്പുറത്തെ സൈഡിൽ ഉണ്ടാക്കണം. ഇനി അപ്പുറത്തെ സൈഡിൽ ഞാൻ എത്തട്ടാ. ഇപ്പോൾ വീണേന് 1 2 ആടാ, പിക്ചേഴ്സ് കയ്യിലെടുത്തിട്ടില്ല. ഇനി ലീഫ് കളക്ട് ചെയ്യേണ്ടി വരും. അതിന് പോയി ഞാൻ ഉറങ്ങട്ടാ. ഇനി എനിക്ക് ബെഡ് എടുത്തോട്ട് വരേണ്ടി വരും. ഓക്കെ, ഞാൻ ഉറങ്ങി. രാവിലെയായി. ഇനി ഉള്ള ബെഡെല്ലാം എടുത്തുകൊണ്ട് വരണം. ലീഫും കുറച്ചെടുത്തുകൊണ്ട് വരണം. ഓക്കെ, അത് സെറ്റ് ചെയ്യാം. ക്രീപ്പറേ, ഞാൻ ഇത്ര ദൂരെ പോയിട്ട് വരാം. ഓടിക്കോ. ഞാൻ വന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്തോളാം. തൽക്കാലം ഇത്തിരി ദൂരം വരണം. എന്നാലേ അവന്മാർ ഡീസ്പോൺ ആകത്തുള്ളൂ. ഡീസ്പോണായി കഴിഞ്ഞിട്ട് എനിക്ക് അവിടെ വീണ്ടും ചെല്ലുമ്പോൾ അവന്മാർ കാണില്ല. എനിക്ക് ലീഫ് കളക്ട് ചെയ്യണം. കൂടാതെ തന്നെ
എനിക്കവിടെ പണ്ടൊക്കെ ബ്ലോക്ക് വെച്ച് ഇതാക്കുകയും ചെയ്യണം. കയറാൻ പറ്റുന്ന സെറ്റപ്പ് അത് തന്നെ. എന്നാലേ നമ്മുടെ വില്ലേജർ അവിടെ ഇരിക്കും. വില്ലേജറിനെ കയറാൻ പറ്റൂ. നടന്നു കയറത്തില്ല. നമ്മൾ നടന്നു കയറണമെങ്കിൽ ആ സെറ്റപ്പ് ചെയ്യണം. അല്ലെങ്കിൽ ബോട്ട് വെച്ച് നമ്മളിങ്ങനെ പോകും, പറത്തി കൊണ്ടുപോകണം. സെറ്റായി. ഇതിലും വഴി റെയിലൊക്കെ വെച്ച് ഇങ്ങനെ അവനെ കൊണ്ടിടാം. ഓക്കെ, ഇതിൽ ഞാൻ പോയി കുറച്ച് ലീഫ് കൊണ്ടുവരാം. ദേട് ഇതൊക്കെ ധാരാളം. ഇനി ഇതും കൊണ്ട് മണ്ടക്കോട്ട് പോവാം. ഇനി ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യണം. ഇങ്ങനെ ഒന്ന് ട്രൈ ഇടും. അവരെ അടിച്ചൊട്ടിച്ചിട്ട് ഞാനിങ്ങനെ പെട്ടെന്ന് പോകും. സ്പീഡപ്പ്. ഓക്കെ, നൈസ് പ്ലാൻ. ഓക്കെ, അതുമായി. ഇനി അതേപോലെ അപ്പുറത്ത് സെറ്റ് ചെയ്യണം. ബട്ട് ഞാൻ ആലോചിക്കുന്നതെന്ന് പറയാം, എൻ്റെ ട്രിക്കുണ്ട്. ഞാൻ ഇവിടുന്ന് തന്നെ, അതായത് ഒരുപാട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ, ഇവിടുന്ന് തന്നെ ഇങ്ങനെ കൊണ്ടുപോയാലോ. ഇങ്ങനെ എന്നെ സമ്മതിക്കണം. ഇത് സെറ്റായി. നമുക്കിവിടെ റെയിൽ വെച്ച് ഒരു വില്ലേജറിനൊക്കെ കൊണ്ടുപോകാൻ കഴിയും. അപ്പം എൻ്റെ ഉള്ള വുഡ് അതിനെ വെച്ച് കുറേ റെയിലുണ്ടാക്കട്ടെ. ഒരു മൈൻ കാർഡ് ഓരോന്നോരോന്നായി കൊണ്ടുവരാം. അതാണ് നല്ലത്. അത് നല്ല ഐഡിയ. ബോട്ടെടുത്ത് ലാവന്മാരെ കൊണ്ടുവരാം. ഇത് ഫസ്റ്റ് ഞാനൊന്ന് സെറ്റ് ചെയ്യട്ടാ. ഞാൻ ബോട്ടും കൊണ്ട് അവൻ ഇവിടെ കൊണ്ടുവരും. ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ് ഇവിടെ മൈൻ കാർഡ് എടുത്ത് അവനെ കൊണ്ടുപോകും. ലീഫിനോർത്തൊക്കെ പറ്റില്ല, കുഴപ്പമില്ല. ഇത് ഞാൻ പിന്നെ ആക്കാം. ഫസ്റ്റ് ഒരു വില്ലേജർ 2 വില്ലേജറിനെ കൊണ്ടിരുത്തുണ്ട. ഞാൻ ഇനി ഇവിടെ റെയിൽ വെച്ചാൽ മതി. ഇത് തന്നെ എനിക്ക് കൊണ്ടുപോയി വില്ലേജറെ കൊണ്ട് തരും. കണ്ടോണേ, കിട്ടോ. ഇപ്പോൾ ഒരു വില്ലേജർ താനെ വരും. ഷിറ്റ്, ബേബി വില്ലേജറിനായിട്ട്. എനിക്ക് ബേബീനെയല്ല വേണ്ട. ബേബി എങ്കിൽ ബേബി നടക്കടാ. ഇവിടെ ബോട്ട്. ഈ ബോട്ട് മര്യാദയ്ക്ക് ഇറക്കണം കേട്ടല്ലോ. എടാ, 2000 years later. ഈ റെയിൽ നിൽക്കണം. ഓക്കെ, മൈൻ കടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് പൊട്ടിക്ക് പോയി പിന്നെ അതിൻ്റെ അകത്തേക്കാണ് കയറേണ്ടത്. എടാ ഞാൻ എങ്ങോട്ട് പോകുന്നു? എടാ തിരിച്ചങ്ങോട്ട് കൊടുത്ത് നിൽക്കടാ. എങ്ങനെയൊക്കെയോ കയറി. എനിക്കും അറിയില്ല എങ്ങനെ അറിയത്. ഞാൻ തിരിച്ചിറങ്ങുമ്പോൾ ഈ മൈൻകാർഡിൽ കയറും. അല്ല പിന്നെ എൻ്റെ അടുത്തല്ല പതി മൈൻകാർഡ് പോലെ അത്ര മതി.
മൈൻകാട് കളിക്കാതെ ഓക്കെ ശരി അത്രേ ഉള്ളൂ. ഇനി എനിക്കെല്ലാവരും പയ്യനെ ഇറങ്ങാൻ ശ്രമിക്കൂ. ഇവിടെ അവിടെ ബോട്ട് വെച്ച് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ ആ ബോട്ടേ ഉള്ളൂ. ഇതായിരുന്നു എൻ്റെ പ്ലാൻ. എനിക്ക് വേറെ വില്ലേജറിനും കൂടെ പിടിച്ചുകൊണ്ട് വരാം. നീ എൻ്റെ അത്തിയിടാ. നീ അടുത്ത വില്ലേജറിനെ ഇതേപോലെ ഞാൻ കൊണ്ടുവിടാം കേട്ടോ. അവിടെ നിന്റെ കൂട്ടുകാരനും കൂടെ ഉണ്ട്. രണ്ട് വില്ലേജറായി. ഞാനിവിടെ ഒരു ബോട്ട് ഇങ്ങനെ വെക്കുക. ചാടിയ എനിക്കിങ്ങനെ കയറാൻ കഴിയും. ഇത് മതി. ഓക്കെ അതുമായി. ദീപന്മാർ രണ്ടും വിടുന്നോളും. ഇനി ഇവൻ വലുതായാൽ മതി. ഓക്കെ എന്തായാലും ഈ സ്ഥലം ഞാൻ എന്തായാലും അടയ്ക്കുക. ലീഫ് എടുക്കുമെന്നോ ഒരു ബ്ലോക്ക് വയ്ക്കുമോ? ഇവിടെ എനിക്ക് ബ്രെഡ് കൊണ്ടുവരണം, നാലേ മറ്റേ ബ്രീഡാകത്തുള്ളൂ. ഓ പട്ടി ഓടാ 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 തള്ളുന്നല്ലോ. ഓ ഏ അങ്ങനെ കൊണ്ടായിരുന്ന വീഴല്ലേ വീഴല്ലി. ഞാൻ വീഴും, നീ വീഴല്ലേ. അവൻ എങ്ങനെയൊക്കെയോ ഇപ്പൊ ചാവാൻ പോയി. എനിക്ക് മനസ്സിലായില്ല എങ്ങനെയാവാൻ പോയത്. ഇങ്ങനെ തറവിനുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. കയറി വീഴ അതിൻ്റെ അകത്ത് വീഴ. എൻ്റെ കൈ ഒരു മൈൻകാർഡും കൂടെ ഉണ്ടല്ലോ. മതി, ഒരു മൈൻകാർഡും കൂടെ ഉണ്ട്. അതുപോലെ നീ ഇതിൻ്റെ അകത്ത് തൽക്കാലം ഞാൻ നിൻ്റെ ജോഡിനെ കൊണ്ട് ഇപ്പോൾ വരാം. പോടാ ഓഷിട്ട്. ഓ അത്ര അതും പോയി. ഇനി ഇവന്മാരുടെ ഈ റെയിൻ പൊട്ടിച്ചളയണം. ഈ ഒരു സ്ഥലം ഞാൻ വയ്ക്കും. ഇവിടെ കൊണ്ട് എനിക്ക് ബ്രെഡ് ഇടണം. ഉമ്മാർ വലുതാവട്ടെ. ഇവിടുന്ന് ഇങ്ങനെ ഒരു ബ്ലോക്ക് മാറി ഒരു ബ്ലോക്ക് കൂടെ മണ്ട പൊക്കണം. അത് ഈ ബ്ലോക്കിൽ സെറ്റ് ചെയ്യണം. ഇനി ഇവിടെ ബെഡ് ഇങ്ങനെ പ്ലേസ് ചെയ്യണം. ഈ ബെഡെല്ലാം എടുത്ത് ഈ ബെഡ് ഇങ്ങനെ പ്ലേസ് ചെയ്യണം. ഇങ്ങനെ ഓക്കെ. ഒരു വില്ലേജർ അങ്ങനെ അത് ചെയ്തിട്ടുണ്ട്. ബാക്കി ബ്ലോക്കൊക്കെ പൊട്ടിച്ചിടണം. 24 ബ്ലോക്കും കൂടെ പൊട്ടിക്കാൻ കഴിയും. അപ്പുറത്ത് ആര് തേട്ടും ബ്രീഡായില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല. ബ്രീഡാവുന്ന ടൈം കഴിഞ്ഞു. അപ്പുറമെല്ലാം ഓക്കെയാണ്. ഇവിടെ സീൻ ഇത്തിരി വർഷമാണല്ലോ. അതും കഴിഞ്ഞ്
ഓ ഫൈനലി എല്ലാം കഴിഞ്ഞു. ഇനി ജസ്റ്റ് എനിക്കൊരു AFK സ്പോട്ട് കയറാൻ വേണ്ടി വഴി യാറിട്ട് അത്ര മതി. ഇതൊക്കെ ഞാൻ ഇനി AFK ഇരുന്നെല്ലാം സെറ്റ് ആയിക്കോളാം. എനിക്ക് ഇനി ഞാൻ കളിച്ച് ഭ്രാന്ത് പിടിക്കും. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യും, പിന്നെ വിലയിക്കണം ഓണാക്കിയപ്പോൾ അടുത്ത വീഡിയോ ബി ഐ ഫുൾ വർക്ക് ചെയ്യും.